ഏറെ ബഹുമാനാദരവുകൾ നിറഞ്ഞ അതിഥികളെ, എൻ്റെ പ്രിയങ്കരായ കേരളത്തിലെ 100-ലധികം വരുന്ന മെഡിക്കൽ ക്യാമ്പസുകളിൽ നിന്നായി എത്തിച്ചേർന്നിട്ടുള്ള പ്രിയങ്കരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രൊഫഷണലുകളായിട്ടുള്ള സഹപ്രവർത്തകരെ, ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റെയും വെൽഫെയർ പാർട്ടിയുടെയും ഒക്കെ സഹപ്രവർത്തകരെ, സഹകാരികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിൻ്റെ ഊഷ്മളമായ സാഹോദര്യ രാഷ്ട്രീയ അഭിവാദ്യങ്ങൾ ആദ്യമേ നേരുകയാണ്. ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റും മെഡിക്കൽ ഫ്രട്ടേൺസും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ മെഡിക്കൽ സമ്മിറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരെയും ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റിന് വേണ്ടി, മെഡിക്കൽ ഫ്രട്ടേൺസിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യാൻ കൂടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 4 വർഷക്കാലമായി ഫ്രട്ടേണിറ്റി മൂവ്മെൻറ്റ് രൂപപ്പെടുത്തിയ മെഡിക്കൽ ഫ്രട്ടേൺസ് എന്ന ഈ പ്ലാറ്റ്ഫോം കേരളത്തിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കിടയിലും മെഡിക്കൽ പ്രൊഫഷണലുകൾക്കിടയിലും വ്യവസ്ഥാപിതമായ ധാരാളം പ്രവർത്തനങ്ങളുമായി, വളരെ സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഇന്ന് ഈ മെഡിക്കൽ സമ്മിറ്റിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഘട്ടത്തിൽ വളരെ ആശാവഹമായതും പ്രതീക്ഷാനിർഭരമായതും ആവേശം നൽകുന്നതും ആത്മാഭിമാനം നൽകുന്നതുമായ ഒട്ടനേകം സന്ദർഭങ്ങളെയും ചരിത്രങ്ങളെയും രചിച്ചുകൊണ്ടാണ് മെഡിക്കൽ ഫ്രട്ടേൺസ് അതിൻ്റെ കഴിഞ്ഞ നാളുകൾ രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ മെഡിക്കൽ സമ്മിറ്റിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ, മെഡിക്കൽ സമ്മിറ്റിൻ്റെ ഈ വേദിക്ക് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നിതിൻ രാജിൻ്റെ നാമകരണം ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. മെഡിക്കൽ ഫ്രട്ടേൺസിൻ്റെ ഫ്രട്ടേണിറ്റി മൂവ്മെൻ്റ് 1ാമത്തെ മെഡിക്കൽ സമ്മിറ്റ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എറണാകുളത്ത് സംഘടിപ്പിച്ചിരുന്നു. ആ നഗറിന്, ആ വേദിക്ക് നമ്മൾ നൽകിയ പേര് നമ്മുടെ സഹോദരി പായൽ തദ്വിയുടെ നാമമായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ്. ആരാണിവർ എന്നത് ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നന്നായിട്ടറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിതിൻ രാജ് എന്ന സഹോദരൻ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ, ഇവിടെ പല ആളുകളും ആ കോളേജിൽ നടക്കം വന്ന ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്. നമ്മോടൊപ്പം ഇതേപോലെ വേദികളിരിക്കുകയും ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പരിതാപകരമായ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വലിയ ഉയർച്ചകളും സ്വപ്നങ്ങളും, ആ കുടുംബത്തിൻ്റെ തന്നെ ഉയർച്ചയെക്കുറിച്ചുള്ള വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായി അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് കടന്നു വന്ന ആ സഹോദരൻ അനുഭവിക്കേണ്ടി വന്നതെന്ത് എന്നത് വിശദമാക്കാതെ, വിശാലമാക്കാതെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പായൽ തദ്വി ആരായിരുന്നു എന്നതിനെക്കുറിച്ചും നിങ്ങൾക്കറിയാവുന്നതാണ്. പായൽ തദ്വി ഒരുപക്ഷെ നമ്മൾ കൂടുതൽ പരിചയപ്പെടേണ്ടുന്ന ഒരു നാമം കൂടിയാണ് പായൽ തദ്വി എന്ന് പറയുന്നത്. മുംബൈയിലെ ടോപ്പിവാല മെഡിക്കൽ കോളേജിൽ MD വിദ്യാർത്ഥിയായി പഠിച്ചുകൊണ്ടിരിക്കുന്ന പായൽ തദ്വിയെയാണ് നമ്മൾക്ക് ജീവത്യാഗം ചെയ്തതായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരാദിവാസി മുസ്ലിം ഗോത്ര വിഭാഗത്തിൽ നിന്ന്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ മുസ്ലിം ഗോത്ര വിഭാഗത്തിൽ നിന്നും ആദ്യത്തെ വനിതാ ഡോക്ടറായി പുറത്തു വരാനിരിക്കുന്ന ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായി ടോപ്പിവാല മെഡിക്കൽ കോളേജിലേക്ക് കടന്നു ചെന്ന പായൽ തദ്വിക്ക് എന്തുകൊണ്ടാണ് തൻ്റെ മഠനവും തൻ്റെ സ്വപ്നങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്നത് എന്ന ചോദ്യവും നമ്മൾ ഈ മെഡിക്കൽ സമ്മിറ്റിൽ ഒരേപോലെ ഉയർത്തുന്നുണ്ട്. നിതിൻ രാജിനെ കുറിച്ചും സമാനമാണ്. തൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും, തൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട, ജോലിയുമായി ബന്ധപ്പെട്ട മറ്റനേകം സ്വപ്നങ്ങളെയും മടക്കി വെച്ച് തിരിച്ചു പോകേണ്ടുന്ന സ്ഥിതിവിശേഷം എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളെ ഉത്തരം കണ്ടെത്തുമ്പോൾ ആ ഉത്തരങ്ങൾക്ക് പ്രതിരോധം സൃഷ്ടിക്കുവാനുള്ള പുതിയ കരുത്തുമായി കൊണ്ടായിരിക്കും
ഈ മെഡിക്കൽ സമ്മിറ്റിൽ നിന്നും നമ്മൾ പിരിഞ്ഞു പോവുക എന്നാണ് എനിക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ മേഖലയെ എങ്ങനെയാണ് കാണുവാനും നിർവചിക്കുവാനും ആഗ്രഹിക്കുന്നത്? നമ്മൾ ആരുടെ ഡോക്ടറാണ്? നമ്മൾ ആരുടെ കെയർ ഗിവറാണ്? കെയറിനെ കുറിച്ച് പലപ്പോഴും പറയുമ്പോഴും ഈ ആരുടേതാണ് കെയർ? നമ്മൾ നൽകുവാൻ ആഗ്രഹിക്കുന്ന ഡോക്ടർഷിപ്പ് ഉണ്ടല്ലോ, അത് ആരുടെ ഡോക്ടറാണ്? ആര് നിർവചനം ചാർത്തി നൽകുന്ന ഡോക്ടറായിക്കൊണ്ടാണ്, മെഡിക്കൽ പ്രൊഫഷൻ ആയിക്കൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങുവാൻ പോകുന്നത് എന്ന ചോദ്യം എന്നോടും സമൂഹത്തോടും ചോദിച്ചുകൊണ്ടാണ് ഈ മെഡിക്കൽ സമ്മിറ്റ് മുന്നോട്ട് പോവുക എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് കെയർ ആസ് എ ഫ്രട്ടേണൽ പ്രാക്സിസ് എന്ന തലവാചകം വളരെ പ്രധാനമാകുന്നത്. രോഗശമനത്തിന്റെ ഒരു ആതുര ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പുറമെ കാണുന്ന, ഒരു സിമ്പിളായതും മറ്റു ലെയറുകളില്ലാത്തതുമായ ഒരു രോഗശമനത്തിന്റെ മാത്രം പേരാണോ മെഡിക്കൽ മേഖലയെന്നും കെയർ ഗിവിംഗ് എന്നതും സവിശേഷമായ ചർച്ച ആഗ്രഹിക്കുന്നതും അനിവാര്യമായും ചെയ്യേണ്ടതുമായ ഒരു ചോദ്യമാണ്. അവിടെ ആരാണ് താല്പര്യങ്ങളുമായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്? സാമൂഹികമായ ഇൻവെസ്റ്റ്മെന്റുകൾ ആരൊക്കെ നൽകിയിട്ടുണ്ട്? സാമ്പത്തികമായ ഇൻവെസ്റ്റുകൾ ആരൊക്കെ നൽകിയിട്ടുണ്ട്? ആശയപരമായ ഇൻവെസ്റ്റ്മെന്റുകൾ ആരൊക്കെ നൽകിയിട്ടുണ്ട്? ആർക്കാണ് അതിൽ താല്പര്യങ്ങളുള്ളത് എന്നതിനെ കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാതെ, അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാതെ, ഇതൊരു മൂല്യനിരപേക്ഷമായ മേഖലയാണ് എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഈ മേഖലയെ പരിചയപ്പെടാനോ അതിലേക്ക് ഇറങ്ങിച്ചെല്ലാനോ നമ്മൾക്ക് കഴിയുകയില്ല എന്ന തിരിച്ചറിവാകണം മെഡിക്കൽ സമ്മിറ്റിലൂടെ നമ്മൾ നൽകുവാൻ ആഗ്രഹിക്കുന്നത്, സ്വയം നിലക്ക് പുതുക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ചരിത്രത്തിൽ നിന്ന് തന്നെ ധാരാളം അത്തരം ഉദാഹരണങ്ങൾ കണ്ടെത്തുവാൻ കഴിയും. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ നമുക്ക് ഫാഷിസത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ ബയോളജിക് നാഷണലിസ്റ്റിന്റെയും ദേശീയതയുടെയും ഒക്കെ ചരിത്രം നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും, വായിക്കുവാൻ കഴിയും. എങ്ങനെയാണ് ശരീരവും ശരീരശുദ്ധിയും, ആ ശരീരശുദ്ധിയെ നിർമ്മിക്കുകയും അത് കൃത്യമായി പരിപാലിക്കുകയും അതിലൂടെ ദേശീയതയും വംശീയതയും കെട്ടിപ്പടുക്കുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ലോകത്തിന്റെ വംശീയതയുടെ, ദേശരാഷ്ട്രങ്ങളുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾക്കതിന് കൃത്യമായ ഏടുകൾ പലയിടങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. ഹിറ്റ്ലറിന്റെ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മൾക്ക് അവിടെ കാണാൻ കഴിയും. അതിനെക്കുറിച്ചുള്ള ചരിത്രങ്ങളുടെയും രചനകളുടെയും ലിറ്ററേച്ചറുകൾ തന്നെ സവിശേഷമായി രൂപപ്പെട്ടത് നമ്മൾക്കവിടെ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു മൂല്യനിരപേക്ഷമായ കെയർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ നിർവഹിക്കുവാൻ കഴിയുന്ന, അതിന് പ്രത്യേകമായ വിവേചനങ്ങളോ അതിന് പ്രത്യേകമായ സ്വഭാവത്തിലുള്ള എന്തെങ്കിലും അന്തരങ്ങളോ ഒന്നുമില്ലാത്തതായ ഒരു മേഖലയല്ല എന്ന് മാത്രമല്ല, മറിച്ച് അതിൽ വ്യത്യസ്തങ്ങൾ താല്പര്യങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ആ ഇൻവെസ്റ്റ്മെന്റുകളോടെ ആ മേഖലയെ രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടക്കുകയും ചെയ്യുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ മുതലാളിത്തത്തിന്റെ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്, നമ്മൾ പലപ്പോഴും പരിചയപ്പെടാറുണ്ട്. നമ്മുടെ കേരളത്തിലെ തന്നെ ആതുര മേഖലയിൽ സവിശേഷമായി ഏറ്റവും റീസെന്റ് ആയിക്കൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മൂലധന നിക്ഷേപങ്ങൾ വരുന്നതിനെ കുറിച്ചുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹോസ്പിറ്റലുകൾ വമ്പൻ മുതലാളിത്ത ശക്തികൾ കൈയടക്കിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുള്ള വലിയ ആധികളും വ്യാധികളും നമ്മൾ പലപ്പോഴും വായിക്കുന്നവരും പങ്കുവെക്കുന്നവരുമാണ്. അതിൻ്റെതായ എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ആതുര മേഖലയിൽ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. വരാനിരിക്കുന്ന നാളുകളിൽ അതിൻ്റെ കൂടുതൽ തീക്ഷ്ണമായ സ്വഭാവത്തിലുള്ള അനുഭവങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. ഒരു വശത്ത് മൂലധനത്തിന്റെ, മുതലാളിത്തത്തിന്റെ ഈ നിക്ഷേപങ്ങളെ കുറിച്ച്, ഈ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുന്നവർ ആയിരിക്കുമ്പോൾ തന്നെയും, അറിവുള്ളവരായിരിക്കുമ്പോൾ തന്നെയും, ആശയപരമായി ഈ മേഖലയിൽ ഹിന്ദുത്വവും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സാമ്രാജ്യത്വ ശക്തികളും സമൂലമായ അധികാരം വാഴുന്ന വരേണ്യ ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ആശയപരമായ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് നമ്മൾ കുറെ കൂടി ധാരണകൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്ന് കൂടിയാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് ഈ മെഡിക്കൽ ഫ്രട്ടേൺസിലൂടെ നമ്മൾക്ക് ഓർത്തെടുക്കുവാനും കൂടുതൽ പരിചയപ്പെടാനും ധാരണയുള്ളവരായി മാറുവാനും ആഗ്രഹിക്കുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത്തരം ചർച്ചകളാണ്, ഇത്തരം ചോദ്യങ്ങളാണ് ഈ മേഖലയിലുള്ള
ഏറ്റവും പ്രഗത്ഭരായ ആളുകളെ ഈ സമ്മിറ്റിലേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് ചർച്ചകൾ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് കേരളത്തിൽ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഈ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രൊഫഷണലുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ ആലോചനകളും ചർച്ചകളും നിർവഹിച്ചുകൊണ്ട് പുതിയ ഒരു അന്തരീക്ഷത്തെയും പുതിയ ഒരു ക്യാമ്പസിനെയും മെഡിക്കൽ മേഖലയെയും പുനർനിർവചിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ മെഡിക്കൽ സമ്മിറ്റിലൂടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റും മെഡിക്കൽ ഫ്രട്ടേൺസും നിർവഹിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ള സഹപ്രവർത്തകരെ, പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രൊഫഷണൽ സുഹൃത്തുക്കളെ, നമ്മൾക്ക് ഈ മെഡിക്കൽ സമ്മിറ്റിലൂടെ കടന്നു പോകുമ്പോൾ ഈ ധാരണകൾ ഉള്ളവരായി ഈ മേഖലയെക്കുറിച്ച് മൂല്യനിരപേക്ഷമായ ഒരു മേഖലയല്ല, മറിച്ച് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ ആയിത്തീരാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ മേഖലയെക്കുറിച്ച്, അവിടെ നടക്കുന്ന വ്യത്യസ്തങ്ങളായ സാമൂഹിക രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ച് ധാരണയുള്ളവരാവുകയും ആ ധാരണകളിൽ നിന്ന് സാഹോദര്യത്തിൻ്റെതായ ഒരു സാമൂഹിക രാഷ്ട്രീയ തലത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ഈ പ്രൊഫഷണൽ മേഖലയെയും എൻ്റെ ഈ പഠന മേഖലയെയും തിരിച്ചറിയാനും ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ഒരു സാഹോദര്യത്തിൻ്റെ ഇടമായി കെയർ ഗിവിങ്ങിനെയും മെഡിക്കൽ മേഖലയെയും ആതുര സേവന മേഖലകളെയും തിരിച്ചറിയാനും അങ്ങനെ പ്രവർത്തിക്കുവാനും കഴിയുന്നവരായി തിരിച്ചു പോകുവാൻ, അവർ ആ അറിവിനെ കൂടുതൽ വിശാലമാക്കുവാനും നമ്മുടെ പരിസരങ്ങളിലേക്ക് ആ അറിവിനെയും കാഴ്ചപ്പാടുകളെയും കൂടുതൽ പ്രസരിപ്പിക്കാനും കഴിവുള്ളവരായി ഇവിടെ നിന്ന് മടങ്ങിപ്പോകാൻ നമ്മൾ കഴിയണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അതിഥികൾക്കും ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും മെഡിക്കൽ ഫ്രട്ടേൺസിന്റെയും അഭിവാദ്യങ്ങളും സ്നേഹവും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഫ്രട്ടേണിറ്റി, ജയ് മെഡിക്കൽ ഫ്രട്ടേൺസ്.